കറക്റ്റിംഗ് ഇന്ത്യാസ് ഇംഗ്ലീഷ്. ശശി തരൂരും ഇംഗ്ലീഷ് നട്ട് ചാനലിലെ സുമന്തോ ചതോപാധ്യായും തമ്മിൽ നടത്തിയ ഒരു സംഭാഷണത്തിലെ ഏതാനും ചില ഭാഗങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതൊരു ഇന്റർവ്യൂവിന്റെ ഫോമിലാണ്. ശശി തരൂരിനെ ഇന്റർവ്യൂ ചെയ്യുകയാണ്. ശശി തരൂർ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആളാണ്, രാഷ്ട്രീയത്തിലുണ്ട്. അതിനേക്കാട്ടിലുപരി അദ്ദേഹം വളരെ നല്ല ഒരു എഴുത്തുകാരനാണ്, നല്ലൊരു പ്രഭാഷകനാണ്, ഇംഗ്ലീഷ് നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. രാഷ്ട്രീയത്തിലും അദ്ദേഹം വളരെ ശോഭിക്കുന്നു. അപ്പം എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയാണ് ശശി തരൂർ. അപ്പൊ ശശി തരൂരിനെ ഈ ചാനലിൽ ഇന്റർവ്യൂ ചെയ്യുന്നു. അപ്പൊ ഇന്റർവ്യൂവിൽ ആദ്യം ഇന്റർവ്യൂവർ പറയുന്നുണ്ട്, ശശി തരൂർ ദ ബിഗ് ഡാഡി ഓഫ് ഇംഗ്ലീഷ് നട്ട്സ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് മീ കറക്റ്റ് ഇന്ത്യാസ് ഇംഗ്ലീഷ്. ഇന്ത്യയിലെ ഇംഗ്ലീഷിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്നെ സഹായിക്കും. അദ്ദേഹം ഹിന്ദി വേഴ്സസ് ഇംഗ്ലീഷ് ഡിബേറ്റിനെ പറ്റി സംസാരിക്കും. അതുപോലെ അദ്ദേഹം ഇതിവിടെ വന്നതിന് വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആദ്യം. അത് ശശി തരൂർ മറുപടി പറയുന്നു, മോസ്റ്റ് അൺയൂഷ്വൽ ഇൻട്രൊഡക്ഷൻ ഐ ഹാവ് ഹാർട്ട് ബട്ട് താങ്ക് യു. എൻ്റെ ജീവിതത്തിൽ കിട്ടിയ വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള, അസ്വാഭാവികതയുള്ള അല്ലെങ്കിൽ സാധാരണ ഇല്ലാത്ത ഒരു ഇൻട്രൊഡക്ഷൻ ആയിപ്പോയി, എങ്കിലും നിങ്ങൾക്ക് നന്ദി എന്ന് പറയുന്നു. ഇന്റർവ്യൂ ചോദിക്കുന്നു, സാധാരണയായി അങ്ങ് ശ്രദ്ധിച്ചിട്ടുള്ള മിസ്റ്റേക്കുകൾ ഇംഗ്ലീഷ് സംഭാഷണത്തിൽ ഇന്ത്യക്കാർ പൊതുവെ വരുത്തുന്ന, ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്രൊനൗൺസിയേഷനിലും ഗ്രാമർ എറേഴ്സിലും ഇന്ത്യക്കാർ സാധാരണ വരുത്തുന്ന മിസ്റ്റേക്കുകൾ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? താങ്കൾക്ക് അതിനെപ്പറ്റിയുള്ള ഒരു അഭിപ്രായം എന്താണ്? അത് എപ്പോഴെങ്കിലും കറക്റ്റ് ചെയ്യാൻ താങ്കൾ ശ്രമിക്കുന്നുണ്ടോ? കാരണം യു ആർ ദ ഇംഗ്ലീഷ് ടീച്ചർ ടു ദി നേഷൻ അൺഒഫീഷ്യലി, അതായത് അൺഒഫീഷ്യലായിട്ട് ഇന്ത്യയുടെ ഇംഗ്ലീഷ് ടീച്ചറായിട്ട് അങ്ങയെ കൺസിഡർ ചെയ്യുന്നു. പലപ്പോഴും ശശി തരൂരിന്റെ ഇംഗ്ലീഷ് ഒരു വാർത്തയാവാറുണ്ട്. കാരണം സാധാരണ ഉപയോഗിക്കാത്ത പദങ്ങളൊക്കെ അദ്ദേഹം ഉപയോഗിക്കാറുണ്ട്. വളരെ പാണ്ഡിത്യമുള്ള ഒരാളാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ. അപ്പോൾ അങ്ങനെ ഇന്റർവ്യൂവർ ചോദിക്കുന്നു. ശശി തരൂർ അതിന് മറുപടിയായിട്ട് പറയുന്നു, ഈ മിസ്റ്റേക്കുകൾ എന്ന് പറയുന്നതൊക്കെ കൂടുതലും റൂൾസിനെ, അതായത് നിയമങ്ങളെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ്. ഞാൻ അങ്ങനെ നിയമങ്ങൾ നോക്കി സംസാരിക്കുന്ന അല്ലെങ്കിൽ അതിനെ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഈ പെറ്റ് പീവ്സ് ഒക്കെ ഉണ്ടാകുന്ന, ഈ മിസ്റ്റേക്കുകളൊക്കെ എൻ്റെ കണ്ണിൽ പെടുന്നത്. ഞാൻ പലപ്പോഴും എൻ്റെ സ്റ്റാഫിനെ രണ്ട് സാധാരണയായിട്ടുള്ള മിസ്റ്റേക്കുകളിൽ കറക്റ്റ് ചെയ്യാറുണ്ട്. ഒന്നെന്ന് പറയുന്നത്, വൺ ഈസ് ദ ഹാബിറ്റ് ഓഫ് യൂസിങ് ദ വേർഡ് പ്രസന്റ്ലി. ദിസ് ഈസ് നോട്ട് ആൻ ഇന്ത്യൻ പ്രോബ്ലം. അതായത് പ്രസന്റ്ലി എന്ന വാക്കിന്റെ ഉപയോഗമാണ്, അത് ഇന്ത്യയുടെ മാത്രം പ്രശ്നമല്ല, അത് ലോകത്താകപ്പാടെയുള്ള ഒരു പ്രശ്നമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രസന്റ്ലി എന്ന് പറയുന്നത് നൗ, വേറാസ് പ്രസന്റ്ലി മീൻസ് സൂൺ. സൂൺ എന്ന അർത്ഥമാണ് അതിന് ഉള്ളത് പ്രസന്റ്ലിക്ക്. സോ ഐ വിൽ ബി ദെയർ പ്രസന്റ്ലി ഈസ് കറക്റ്റ് ഇംഗ്ലീഷ്. അതുകൊണ്ട് ഞാൻ ഉടനെ അവിടെ എത്തും, ഐ വിൽ ബി ദെയർ പ്രസന്റ്ലി എന്ന വാക്ക് വളരെ കറക്റ്റ് ആണ്. ബട്ട് ഐ ആം ഡൂയിങ് ദിസ് പ്രസന്റ്ലി, പക്ഷെ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള അർത്ഥത്തിൽ ഐ ആം ഡൂയിങ് ദിസ് പ്രസന്റ്ലി എന്ന് പറയുന്നതിന് യാതൊരു മീനിങ്ങും ഇല്ല. കാരണം പ്രസന്റ്ലിക്ക് ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നോ അല്ലെങ്കിൽ ഈ നിമിഷത്തിൽ, അറ്റ് ദി പ്രസന്റ്, അറ്റ് പ്രസന്റ്, ഈ മീനിങ്ങുകളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ സൂൺ എന്നൊരു അർത്ഥമാണ് യോജിക്കുക. So that's one thing, and that I sometimes get irritated about it. However, the things about the English language is if you use the word wrongly widely enough, that will become an accepted usage. ഇംഗ്ലീഷിന്റെ മറ്റൊരു പ്രത്യേകതയാണെന്ന് അദ്ദേഹം പറയുന്നു. അതായത് ഒരു തെറ്റ് ഒരുപാട് പേര് ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു അക്സെപ്റ്റഡ്, അത് യൂസേജ് ആയിട്ട് മാറും, അതൊരു പതിവ് രീതിയായിട്ട് മാറും. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല വാക്കുകളിലും ചിലപ്പോൾ മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ എല്ലാവരും അത് അങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് അതൊരു തെറ്റായിട്ട് ആർക്കും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രസന്റ്ലി എന്ന് പറയുന്നത് ഇപ്പോൾ അറ്റ് പ്രസന്റ് എന്നുള്ള അർത്ഥത്തിൽ എല്ലാവരും അത് എടുക്കാൻ തുടങ്ങി എന്നാണ് ശശി തരൂർ ആ പാരഗ്രാഫിൽ പറയുന്നത്. പക്ഷെ അത് മിസ്റ്റേക്കാണ്. അടുത്തതായിട്ട് പറയുന്നു, അമേരിക്കൻസിന് അതുപോലെ തന്നെയുള്ള ഒരു പ്രോബ്ലമാണ് മൊമെന്റർലി എന്ന വാക്ക്. മൊമെന്റർലി മീൻസ് ഫോർ എ മൊമെന്റ്, ആ നിമിഷത്തിന് വേണ്ടി എന്നൊരു അർത്ഥം, അല്ലെങ്കിൽ ഒരു നിമിഷം എന്നുള്ള അർത്ഥമാണ്. ബട്ട് ദ അമേരിക്കൻ യൂസ് ഇറ്റ് മീൻസ് ടു ഇൻ എ മൊമെന്റ്. ഈ നിമിഷം എന്ന അർത്ഥമാണ് ഈ അമേരിക്കക്കാർ അതിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പൈലറ്റ് എയർലൈനിൽ അനൗൺസ് ചെയ്യുകയാണ്, വി വിൽ ബി എയർബോൺ മൊമെന്റർലി. അതായത് നമ്മൾ കുറച്ച് സമയത്തേക്ക് അന്തരീക്ഷത്തിലേക്ക് പോവുകയാണ്, അതായത് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ
പെട്ടെന്ന് ഇംഗ്ലീഷുകാരന് ഒരു അറ്റാക്ക് വരും, ഹാർട്ട് അറ്റാക്ക് വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം ചിന്തിക്കുന്നത് ഉടനെ ഈ വിമാനം പോയി ഇടിക്കാൻ പോവുകയാണ്, ഗോയിങ് ടു ക്രാഷ്, പൊട്ടിത്തകരും അല്ലെങ്കിൽ ഇടിക്കും എന്നൊരു അർത്ഥത്തിലാണ് അവരെടുക്കുക, ഒരു ഇംഗ്ലീഷുകാരന് എടുക്കുക. കാരണം ഒരു നിമിഷവും കുറച്ച് സമയത്തേക്ക് മാത്രമാണ് അന്തരീക്ഷത്തിലേക്ക് നിൽക്കുക എന്നുള്ള ആ ഒരു അർത്ഥം അവർ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അതൊരു ഭയമായിട്ട് വരുന്നത്. The other one is importantly. I don't think important needs ly because important is already an adverb. അദ്ദേഹം പറയുന്നു അടുത്ത വാക്ക് തെറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ്ലി എന്നാണ്. ഇമ്പോർട്ടൻറ്റ് എന്ന് മതി, ly അവിടെ ആവശ്യമില്ല. കാരണം ഇമ്പോർട്ടൻ്റ് എന്ന വാക്ക് തന്നെ ഒരു ആഡ്വർബ് ആണ്, അതിൻ്റെ കൂട്ടത്തിൽ വീണ്ടും lyയുടെ ആവശ്യമില്ല. പക്ഷെ കൂടുതൽ ആൾക്കാരും അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ഞാൻ കൂടുതലായിട്ടും നിയമത്തെ ശ്രദ്ധിക്കുന്ന ഒരാളായതുകൊണ്ടാണ്, അല്ലാതെ മറ്റുള്ളവർക്ക് ഇതൊരു തെറ്റായി തോന്നാറില്ല എന്നാണ് ശശി തരൂർ പറയുന്നത്. അടുത്തതായിട്ട് ഇന്റർവ്യൂവർ ശശി തരൂരിനോട് ചോദിക്കുന്നു, റിവേർട്ട് എന്ന വാക്കിനെ പറ്റി എന്താണ് അഭിപ്രായം? റിവേർട്ട് എന്ന വാക്ക് റിട്ടേൺ ടു പ്രീവിയസ് സ്റ്റേറ്റ് എന്നാണ് അതിന്റെ മീനിങ്, അതായത് ഇതിനു മുൻപുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു പോവുക. പക്ഷേ ഇന്റർവ്യൂവർ പറയുന്നു ആ വാക്കും വളരെയധികം ആൾക്കാർ മിസ്റ്റേക്ക് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് അദ്ദേഹത്തിനോട് ചിലരൊക്കെ പറയും ഐ വിൽ റിവേർട്ട് ടു യു, ഞാൻ നിന്നെ തിരിച്ച് നിന്റെ ആ ഒരു സ്റ്റേജിലേക്ക് ആക്കും എന്ന് പറയും. അപ്പൊ ഞാൻ അവരോട് പറയാറുണ്ട് നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ആക്കാൻ കഴിയില്ല. ഇന്റർവ്യൂവർ മനസ്സിലാക്കിയിട്ടുണ്ട് അതിന്റെ അർത്ഥം ബാക്ക് ഇൻ ടു എ ഫോർമർ സ്റ്റേറ്റ് എന്നാണ്. ഐസ് റിവേർട്സ് ടു വാട്ടർ വെൻ ഇറ്റ് മെൽറ്റ്. ഐസ് മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അലിഞ്ഞു പോകുമ്പോൾ എന്തായി മാറും? വെള്ളമായി മാറും. അതായിരുന്നല്ലോ അതിന്റെ മുൻപത്തെ അവസ്ഥ. അതിനെയാണ് റിവേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിന്നെ ഞാൻ റിവേർട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ തിരിച്ച് നമ്മൾ ഇതിനു മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മാറ്റാൻ ആർക്കും കഴിയില്ല. അപ്പം ഈ റിവേർട്ട് എന്ന വാക്കിന്റെ ആ യൂസേജും തെറ്റാണ് എന്നാണ് ഇന്റർവ്യൂവർ സ്വയം പറയുന്നു. അപ്പൊ ശശി തരൂർ സന്തോഷത്തോടെ പറയുന്നു, നിങ്ങളും എന്നെ പോലെ നിയമത്തെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ നിയമത്തെ കൂടുതലായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണല്ലോ, എനിക്ക് സന്തോഷമായി എന്ന് പറയുന്നു. വീണ്ടും ഇന്റർവ്യൂവർ പറയുന്നു, അടുത്തതാണ് അഡ്വർടൈസിങ്ങിന്റെ സമയത്തെല്ലാം നിങ്ങൾ കാണാറുണ്ട് എവറിത്തിങ് ഈസ് അപ് ടു 50% ഓഫ്. നമ്മളത് ടി വിയിലും പരസ്യത്തിലും ഫോണിലും ഒക്കെ എപ്പോഴും കാണാറുള്ളതാണ്. എല്ലാത്തിനും 50% കിഴിവ് എന്നുള്ളൊരു ഓഫർ. അവിടെ അപ് ടു എന്നുള്ളത് സെപ്പറേറ്റ് രണ്ട് വാക്കാണ്, അപ് ടു. പക്ഷെ എല്ലായിടത്തും അത് ഒരുമിച്ചാണ് എഴുതുന്നത് എന്ന് ഇന്റർവ്യൂവർ പറയുന്നു. അങ്ങനെ അത് ഈ രീതിയിലുള്ള വാക്കുകളെ പറ്റി ഇംഗ്ലീഷിൽ ഇന്ത്യക്കാർ കൂടുതലായിട്ട് വരുത്തുന്ന മിസ്റ്റേക്കുകളെ പറ്റി തുടർന്നും സംസാരിച്ചുകൊണ്ടേയിരിക്കും. അടുത്തതായിട്ട് തരൂർ പറയുന്നു, ഇതുപോലെ തന്നെ ഇംഗ്ലീഷിൽ കൺഫ്യൂഷൻ ഉള്ള രണ്ട് വാക്കുകളാണ് റിലക്റ്റന്റും റെറ്റിസെന്റും. റെറ്റിസെന്റ് എന്ന വാക്കിന്റെ മീനിങ് ഒരാൾക്ക് തൻ്റെ സ്വന്തം കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ മടിയുള്ള ഒരാള്, അതാണ് റെറ്റിസെന്റ്. പക്ഷെ റിലക്റ്റന്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മടിയുള്ള ഒരാള്. അപ്പം ഇത് പലപ്പോഴും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓൾട്ടർനേറ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതായത് ഹി വാസ് റെറ്റിസെന്റ് ടു ടേക്ക് 10 സ്റ്റെപ്പ് ഫോർവേഡ്. അവനൊരു 10 ചുവടെങ്കിലും മുന്നോട്ട് വെക്കാൻ മടിയാണ് എന്നുള്ളിടത്ത് റെറ്റിസെന്റ് എന്ന വാക്ക് ചിലർ ചേർക്കാറുണ്ട്. അവിടെ ശരിക്കും എന്താണ് വരേണ്ടത്? റിലക്റ്റന്റ് എന്ന വാക്കാണ് മടി എന്നുള്ള അർത്ഥം. ഇപ്പൊ റെറ്റിസെന്റ് എന്ന് പറഞ്ഞാൽ തുറന്നു പറയാൻ മടി കാണിക്കുന്ന ഒരാള് എന്നാണ്. അപ്പോൾ ഇന്ത്യൻ ഇംഗ്ലീഷിൽ പലപ്പോഴും റെറ്റിസെന്റിനെ റിലക്റ്റന്റിന് പകരം മനുഷ്യര് തെറ്റായിട്ട് ഉപയോഗിക്കുന്നു. പിന്നീട് പ്രൊനൗൺസിയേഷനിലേക്ക് കടക്കുന്നു. അപ്പൊ പ്രൊനൗൺസിയേഷൻ എന്ന വാക്ക് തന്നെ പ്രൊനൗൺസിയേഷൻ എന്ന് ചിലര് പറയാറുണ്ട്, ശരിക്കും അത് പ്രൊനൗൺസിയേഷൻ ആണ്. അതുപോലെ ആസ്മയ്ക്ക് അവിടെ TH അവിടെ സൈലന്റ് ആണ്, ആസ്മ ആണ് എന്ന് കറക്റ്റ് എന്ന് തരൂർ പറയുന്നു. അതുപോലെ എപ്പിറ്റോം എന്നുള്ളതല്ല, എപ്പിറ്റോമി. അതുപോലെ പ്ലംബർ എന്ന് പലരും പറയാറുണ്ട്, പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻ പ്ലംബർ ആണ്. അടുത്തതായിട്ട് തരൂർ പറയുന്നത് VW കൺഫ്യൂഷൻ ആണ്. അതായത് നമ്മൾ W കൂട്ടിയുള്ള വാക്കുകൾക്കും ചിലപ്പോൾ V എന്ന് പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. V എന്ന വാക്കിന് ചിലപ്പം W രീതിയിലും പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. തരൂർ പറയുന്നു ഇന്ത്യൻ ലാംഗ്വേജുകളിൽ അങ്ങനെ ഒരു വ്യത്യാസമില്ല, ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിൽ അങ്ങനെ ഒരു വ്യത്യാസമില്ലാത്തതുകൊണ്ട് നമ്മളിത് ചില വാക്കുകൾ ചില സിലബിൾസ് നമ്മൾ ഒമിറ്റ് ചെയ്ത് കളയുകയാണ്, നമ്മൾ ഒഴിവാക്കി കളയുകയാണ്, അതുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് പറയുന്നു. പിന്നീട് അവർ സംസാരിക്കുന്നത് ജോർജ് ഓർവെൽ എന്ന പ്രശസ്തനായ ഇംഗ്ലീഷ് റൈറ്ററിന്റെ 1984 എന്ന ഒരു നോവലിനെ പറ്റിയാണ്. ആ 1984 പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു മറ്റുള്ളവരുടെ തോട്ട്സിനെയൊക്കെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റം.
അപ്പോൾ തരൂർ പറയുന്നു, ഇന്നത്തെ കാലത്ത് എല്ലാ ഉപകരണങ്ങളും നമുക്ക് ലഭ്യമാണ്, ഈസിലി അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഉപകരണങ്ങൾ നമ്മളെ ഡബിൾ തിങ്കിങ്ങിനൊക്കെ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയും ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദാഹരണമായിട്ട് പറയുന്നത് പാസിഫിക്കേഷൻ എന്നൊരു വാക്കാണ്. പാസിഫിക്കേഷൻ എന്ന വാക്കിന്റെ അർത്ഥം അനുനയ ശ്രമം, അല്ലെങ്കിൽ സമാധാനപരമായ, അല്ലെങ്കിൽ ഒരു രമ്യതയിൽ എത്തുക എന്നുള്ളതൊക്കെയാണ്. അപ്പം പാസിഫിക്കേഷൻ ഈസ് എ ടേം ഫ്രം ദ അമേരിക്കൻ വിയറ്റ്നാം വാർ. എസെൻഷ്യലി വെൻ ദേ സെറ്റ് പാസിഫിക്കേഷൻ ദേ മെന്റ് അനിഹിലേഷൻ. അമേരിക്കയും വിയറ്റ്നാമും തമ്മിലുള്ള യുദ്ധത്തിൽ പാസിഫിക്കേഷൻ എന്നൊരു വാക്ക് അവർ ഉപയോഗിച്ചു. പക്ഷേ പാസിഫിക്കേഷൻ എന്നതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് ഉന്മൂലനം എന്നാണ്. അതായത് കംപ്ലീറ്റ് ആയിട്ട് ആൾക്കാരെ കൊല്ലുക എന്നുള്ളതാണ്. അപ്പൊ അത് ആ ഒരു വാക്ക് പറയുമ്പോൾ ലോകത്തിന് മുമ്പിൽ അതൊരു കുറ്റമാകും. അതുകൊണ്ട് പകരം വളരെ സമാധാനപരമുള്ള പാസിഫിക്കേഷൻ എന്നൊരു വാക്കാണ് ആ ഒരു കൂട്ടക്കൊലയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു ഉന്മൂലനത്തിന് പകരമായിട്ട് അവർ ഉപയോഗിച്ചത്. അപ്പോൾ ഒരു വില്ലേജിനെ പാസിഫൈ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതിനെ ഉന്മൂലനം ചെയ്യുക എന്ന് തന്നെയാണ്. ഇതുപോലെ പല വാക്കുകളും നമ്മൾ യൂഫമിംസ്, അതായത് നമുക്ക് വിഷമകരമായ വാക്കുകൾക്ക് പകരം നമ്മൾ കേൾക്കുമ്പോൾ അത്ര വിഷമമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുന്നു. അതാണ് യൂഫമിസം എന്ന് പറയുന്നത്. അപ്പോൾ ആൾക്കാരെ ഒരു തെറ്റായിട്ടുള്ള കാര്യത്തിന്, തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ കൂട്ടത്തിലുള്ളവരെ തന്നെ കൊല്ലുന്നതിന് ഫ്രണ്ട്ലി ഫയർ എന്ന് പറയുന്നു. അപ്പോൾ ഒരു മർഡർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയം തോന്നും. ഫ്രണ്ട്ലി ഫയർ, അതാണ് ഇപ്പോൾ പറഞ്ഞ ആ ഒരു കാര്യം. അപ്പോൾ ആ ഫ്രണ്ട്ലി ഫയർ എന്ന വാക്കിന് അത്ര ഒരു ഭീകരത്വം തോന്നാറില്ല. അതുപോലെ തന്നെ ഒരു മിലിറ്ററി എവിടെയെങ്കിലും സിവിലിയൻസിനെ, സാധാരണ പൗരന്മാരെയൊക്കെ കൊല്ലുകയാണെങ്കിൽ കൊളാട്രൽ ഡാമേജ് എന്ന് പറയും. അപ്പൊ അതിനും കൂട്ടക്കൊല എന്നൊരർത്ഥം കേൾക്കുന്ന മാത്രയിൽ നമുക്ക് വരുന്നില്ല, എങ്കിലും അതിന്റെ അർത്ഥം അത് തന്നെയാണ്. അപ്പൊ ഇംഗ്ലീഷ് ഇങ്ങനെയുള്ള ഡബിൾ മീനിങ്ങുകളിലൂടെ ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്നുവെന്ന്. ലാംഗ്വേജ് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന പല ഈവിളായിട്ടുള്ള കാര്യങ്ങളെയും മൂടി വെക്കാനായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നു എന്നാണ് തരൂർ ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. അതായത് ഒരു കൂട്ടക്കൊല എന്ന വാക്കിനു പകരം രമ്യതയിലെത്താൻ, അല്ലെങ്കിൽ സമാധാനപരമായി കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു അനുനയ ശ്രമം എന്ന വാക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ ആ കൂട്ടക്കൊലയെ പറ്റി സമൂഹത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ഇമ്പാക്റ്റ് കുറയുന്നു. അതുപോലെ മർഡർ എന്ന വാക്കിന് പകരം ഫ്രണ്ട്ലി ഫയർ എന്ന് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് കുറയുന്നു. പക്ഷേ എഫക്റ്റ് മാത്രമേ കുറയുന്നുള്ളൂ, കാര്യങ്ങൾ അപ്പോഴും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ പലരും ലാംഗ്വേജിനെ പലതരത്തിൽ ഉപയോഗിക്കുന്നുവെന്നാണ് തരൂർ ഇതിനകത്തൂടെ പറയുന്നത്. അവസാനമായിട്ട് ഇന്റർവ്യൂവർ ചോദിക്കുന്നു, ഇന്ത്യക്കാരുടെ ഇംഗ്ലീഷ് ഉപയോഗത്തെ പറ്റി താങ്കൾക്ക് ഇനിയും എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ തരൂർ പറയുന്നു, ഞാൻ നിരീക്ഷിച്ച ഒരു കാര്യം, ഇന്ത്യക്കാർ വളരെ ഫ്രൈറ്റൻ ആണ്, വളരെ ഭയത്തോടെയാണ് ഇംഗ്ലീഷിനെ കാണുന്നത്. നിർഭാഗ്യവശാൽ അവരെല്ലാവരും ഒരു ഭാഷ പഠിക്കാനായിട്ട് വളരെയധികം നേരം ഡിക്ഷണറികളുടെ മുമ്പിൽ ചെലവഴിക്കുന്നു. എന്നാൽ തരൂരിന്റെ അഭിപ്രായത്തിൽ ഡിക്ഷണറികളിൽ ചിലവഴിക്കാതെ പലതരത്തിലുള്ള ബുക്സ് വായിച്ചിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു കൺക്ലൂഷനിൽ നമ്മൾ എത്തണം. കാരണം ആ വാക്കുകളിലൂടെ അതിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അല്ലാതെ ഓരോ വാക്കുകൾക്കായിട്ട് നമ്മൾ ഡിക്ഷണറി തപ്പിയെടുക്കരുത്. അങ്ങനെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ എന്നാണ് തരൂർ ഇതിനകത്ത് പറയുന്നത്. അങ്ങനെ അവർ ആ ഇന്റർവ്യൂ അവസാനിപ്പിക്കുന്നു. ഗ്രൂപ്പ് ഡിസ്കഷൻ. Group discussion is an interactive conversation among a group of people on a specific topic. ഒരു കൂട്ടം ആൾക്കാർ ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുന്നതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഇതൊരു കോഴ്സിൻ്റെ അഡ്മിഷൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു ജോലിയുടെ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ നടത്താറുണ്ട്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് അനലിറ്റിക്കൽ സ്കില്ലും പ്രോബ്ലം സോൾവിങ് സ്കില്ലും കണ്ടുപിടിക്കുക. അതുപോലെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ ഭാഷാപരമായ കഴിവുകൾ കണ്ടെത്തുക. ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക. അതുപോലെ പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്തുക. ഇതൊക്കെയാണ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അനലിറ്റിക്കൽ സ്കില്ലും പ്രോബ്ലം സോൾവിങ് സ്കില്ലും അസസ് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ ഇവാലുവേറ്റ് ചെയ്യുക, ലീഡർഷിപ്പ് സ്കിൽ അസസ് ചെയ്യുക, ജനറേറ്റ് ഐഡിയാസ് ആൻഡ് സൊല്യൂഷൻ. ഇനി ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് സ്കില്ലിനെ കൂടുതൽ ഷാർപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ ഒരു ടീം വർക്ക്, പുതിയതായിട്ട് കണ്ടുമുട്ടിയ ആൾക്കാർ തമ്മിലായിരിക്കും ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇരിക്കുക. അപ്പോൾ അവർ തമ്മിലൊരു ടീം വർക്ക് ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ പബ്ലിക് സ്പീക്കിംഗ്, നമ്മൾ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ചർച്ച ചെയ്യുന്ന ആശയങ്ങൾ അവിടെ പ്രസന്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് അനലൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സ്റ്റുഡൻസിനെ നമ്മുടെ നിത്യജീവിതത്തിലുള്ള ബിസിനസ് കാര്യങ്ങളിൽ
അവരുടെ ഒരു പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. കീ എലമെന്റ്സ്. ഇപ്പോൾ ടോപ്പിക് എന്ന് പറയുന്നത് മോഡറേറ്റർ തരുന്നതായിരിക്കും. അതായത് ഈ ചർച്ചകളെ നിയന്ത്രിക്കാൻ അവിടെ ഒരാളുണ്ടായിരിക്കും. അദ്ദേഹമായിരിക്കും നമുക്ക് എന്താണ് ചർച്ച ചെയ്യേണ്ടത്, എന്താണ് ആ സ്പെസിഫിക് ടോപ്പിക് എന്നുള്ളത് നമുക്ക് തരിക. അത് ചിലപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ഈവൻസിനെ സംബന്ധിക്കുന്നതായിരിക്കാം, അതല്ലെങ്കിൽ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഐഡിയാസ് ആവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇഷ്യൂവിനെ പറ്റിയുള്ള കേസ് സ്റ്റഡീസ് ആവാം, പുതിയ പുതിയ ടെക്നോളജിയെ പറ്റിയാവാം, പുതിയ പുതിയ ബിസിനസ് ആശയങ്ങളെ പറ്റിയാവാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പാർട്ടിസിപ്പൻസ്. ഒരു ഗ്രൂപ്പിൽ 6 മുതൽ 12 വരെ ആൾക്കാർ ഉണ്ടായിരിക്കാം. മൂന്നാമത്തേത് മോഡറേറ്റർ. നമ്മുടെ ഈ ചർച്ചകളൊക്കെ ശരിയായ രീതിയിലാണോ പോകുന്നത് എന്ന് വിലയിരുത്താൻ ഒരു മോഡറേറ്റർ ഉണ്ടായിരിക്കും. പിന്നീടുള്ളത് ടൈം ലിമിറ്റ് ആണ്. ഇത്ര മിനിറ്റിനുള്ളിൽ ഈ ചർച്ച കഴിയണം അല്ലെങ്കിൽ ഇത്ര മണിക്കൂറാണ് എന്നുള്ളത് അവർ നമുക്ക് തരും. കൂടുതലായിട്ടും ഉള്ളത് ഒരു 15 മുതൽ 30 മിനിറ്റുകളാണ് നമുക്ക് തരിക. ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ സെഷൻസ് സാധാരണയായിട്ട് തരുന്നത് കേസ് സ്റ്റഡീസ് ആവാം, അതുപോലെ ഏതെങ്കിലും ഒരു ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കിനെ പറ്റി ആയിരിക്കാം. ഈ സോഷ്യൽ മീഡിയ ബെനിഫിഷ്യൽ ഓർ ഹാംഫുൾ, സോഷ്യൽ മീഡിയ നമുക്ക് ഗുണകരമാണോ ദോഷമാണോ എന്നതായിരിക്കാം. അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ്, എങ്ങനെയാണ് ഗവൺമെന്റിന് ഈ തൊഴിലില്ലായ്മ എന്നൊരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ പറ്റുക. അബ്സ്ട്രാക്റ്റ്, അതായത് ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഐഡിയാസ്, ഫ്രീഡം വേഴ്സസ് റെസ്പോൺസിബിലിറ്റി, നമ്മുടെ സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും. അതുപോലെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇമ്പാക്റ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഓൺ ദി ഗ്ലോബൽ എക്കോണമി, നമ്മളെ കാലാവസ്ഥാ മാറ്റം എങ്ങനെയാണ് ബാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സാധാരണയായിട്ട് ഗ്രൂപ്പ് ഡിസ്കഷന് തരാറുള്ളത്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കറന്റ് അഫയേഴ്സ് വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. സ്റ്റേ ഇൻഫോംഡ് ഓൺ കറന്റ് അഫയേഴ്സ്. സെക്കൻഡ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പ്രാക്ടീസ് സ്പീക്കിംഗ് ക്ലിയർലി. പറയുന്ന കാര്യം ക്ലിയർ ആയിട്ട് പറയാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. തേർഡ് വൺ വർക്ക് ഓൺ ബോഡി ലാംഗ്വേജ്. നമ്മൾ ഒരു കാര്യം പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മുടെ പോസ്ചർ, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, നമ്മുടെ ജസ്റ്റേഴ്സ്, ആംഗ്യങ്ങൾ, ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാൻ. ഫോർത്ത് വൺ ബി റെഡി ടു ലിസൺ. നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലെ ഒരു കാര്യം പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അഭിപ്രായം പറഞ്ഞു, പിന്നീട് നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കാതിരിക്കരുത്, മറ്റുള്ളവരുടെ അഭിപ്രായവും നമ്മൾ ശ്രദ്ധിക്കണം. അഞ്ചാമത്തേത് സ്റ്റേ കാം ആൻഡ് പോസിറ്റീവ്. വളരെ ശാന്തമായിട്ടും മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങളെ പോസിറ്റീവായിട്ടും എടുക്കുക. ഇനി ഇതിനകത്ത് അതായത് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ. ഗ്രൂപ്പ് ഡിസ്കഷൻ എറ്റിക്കറ്റ്. ഗ്രൂപ്പ് ഡിസ്കഷന്റെ നിയമങ്ങൾ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നമ്മൾക്ക് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മൾക്ക് തന്നിട്ടുള്ള ആ ടോപ്പിക്കിൽ തന്നെ നമ്മൾ നിൽക്കണം, അല്ലാതെ അവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകാൻ പാടില്ല. മൂന്നാമത്തേത് ലിസൺ ഫസ്റ്റ് സ്പീക്ക് നെക്സ്റ്റ്. മോഡറേറ്റർ പറയുന്നതും മറ്റുള്ളവർ പറയുന്നതും നമ്മൾ ആദ്യം കേൾക്കണം, അതിനുശേഷം സംസാരിക്കണം. ഫോർത്ത് വൺ സ്പീക്ക് ക്ലിയർലി. നമ്മൾ പറയുന്ന അഭിപ്രായങ്ങൾ വ്യക്തമായിട്ട് പറയണം, വളരെ കോൺഫിഡൻസോടുകൂടി പറയണം. അഞ്ചാമത്തേത് റെസ്പെക്ട് അതേഴ്സ് ഒപ്പീനിയൻ. മറ്റുള്ളവരുടെ അഭിപ്രായം നമ്മൾക്ക് ചിലപ്പോൾ ഇഷ്ടമുള്ളതായിരിക്കാം, ഇഷ്ടമില്ലാത്തതായിരിക്കും, എങ്കിലും നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യുക. അടുത്തത് മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട്. ഏത് തരം സംഭാഷണത്തിലും അത് വളരെ വേണ്ട ഒരു കാര്യമാണ്. അതായത് മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി സംസാരിക്കണം. അടുത്തത് യൂസ് ഫോർമൽ ലാംഗ്വേജ്. നമ്മൾ സാധാരണ കൂട്ടുകാരോട് പറയുന്ന പോലത്തെയുള്ള ഭാഷകളൊന്നും പറയാതെ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ സംസാരിക്കുന്നത് പോലെ ഫോർമൽ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അടുത്തത് സ്റ്റേ കാം ആൻഡ് കമ്പോസ്ഡ്. നമ്മൾ വളരെ ശാന്തമായിട്ട് ഇരിക്കുക. എപ്പോഴും വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, നമ്മൾ വളരെ ശാന്തമായിട്ട് ഇരിക്കുക. എൻകറേജ് പാർട്ടിസിപ്പേഷൻ ആണ് അടുത്തത്. അതായത് ചിലപ്പോൾ ചില ടീം അംഗങ്ങൾക്ക് ഒരു വിമുഖത കാണും സംസാരിക്കാൻ, അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ സംസാരിക്കാൻ പ്രേരിപ്പിക്കണം. അടുത്തത് ബി റെസ്പെക്റ്റ്ഫുൾ. നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണം. അവോയ്ഡ് അഗ്രസീവ്നെസ് ആണ് അടുത്തത്, അതായത് ദേഷ്യം ഒഴിവാക്കുക. അടുത്തത് സപ്പോർട്ട് ആർഗ്യുമെന്റ്സ് വിത്ത് ഫാക്ട്. നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ തെളിവുള്ള കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുക. അടുത്തതെന്ന് പറയുന്നത് സമ്മറൈസ് കീ പോയിന്റ്സ്. നമുക്കിപ്പോൾ ഒരു കൺക്ലൂഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമ്മൾ ആ പോയിന്റ്സ് മുഴുവൻ സമ്മറൈസ് ചെയ്യണം, ഒരു ഷോർട്ടായിട്ട് പറയണം. ലാസ്റ്റ് ആയിട്ടുള്ളത് ബി അവെയർ ഓഫ് ടൈം. നമുക്ക് മോഡറേറ്റർ എത്ര സമയമാണോ അലൗ ചെയ്തിരിക്കുന്നത് അതിനെപ്പറ്റി നമുക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതായിരിക്കും ഇതിന്റെ ഡോൺസ് എന്ന് പറയുന്നത്. അതായത് ഡോണ്ട് ഇൻറപ്റ്റ് അതേഴ്സ്. ക്ഷമയോടെ ഇരിക്കണം, മറ്റുള്ളവരെ ഇടയ്ക്ക് കയറി നമ്മൾ ശല്യപ്പെടുത്താൻ പാടില്ല. സെക്കൻഡ് വൺ ഡോണ്ട് ഡോമിനേറ്റ് ദ ഡിസ്കഷൻ. ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്നൊരു വാദം പാടില്ല, മറ്റുള്ളവരെയും നമ്മൾ റെസ്പെക്ട് ചെയ്യണം, അതുകൊണ്ട് ഡോമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഡോമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മേധാവിത്വം. തേർഡ് വൺ ഡോണ്ട് ലൂസ് ഫോക്കസ്. നമുക്ക് ഏത് വിഷയമാണോ തന്നത് ആ വിഷയത്തെ പറ്റി പറയുക. അടുത്ത ഡോണ്ട്
ഷൗട്ട് ഓർ റേസ് യുവർ വോയിസ്. നമ്മൾ ഒരുപാട് ദേഷ്യപ്പെട്ട് ഒച്ചയുയർത്തി പറയരുത്. ഡോണ്ട് യൂസ് ജാഗൺ, അതായത് ടെക്നിക്കൽ ലാംഗ്വേജ്, അത് മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത ഭാഷകളും വാക്കുകളും ഉപയോഗിക്കരുത്. 6, ഡോണ്ട് ബി പാസീവ്. നമ്മൾ മറ്റുള്ളവർ ചെയ്തോട്ടെ ഞാനിവിടെ ഇരിക്കട്ടെ എന്നൊരു മട്ടിൽ പാസീവായിട്ടിരിക്കരുത്, നമ്മളും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഡോണ്ട് ഡിസ്മിസ് ഐഡിയാസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പറയുന്ന ഐഡിയാസിനെ നമ്മൾ ഡിസ്മിസ് ചെയ്യരുത് കംപ്ലീറ്റ് ആയിട്ട്. നമുക്ക് ചിലപ്പം അംഗീകരിക്കാൻ പറ്റുന്നതായിരിക്കാം, പറ്റാത്തതായിരിക്കാം, എങ്കിലും നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യുക. അടുത്ത ഡോണ്ട് ഫിജറ്റ് ഓർ ഷോ ഡിസിൻട്രസ്റ്റ്, താല്പര്യമില്ലാത്തതുപോലെ ഇരിക്കരുത്. ഡോണ്ട് ബി ടു ക്രിട്ടിക്കൽ, മറ്റുള്ളവർ പറയുന്ന ഐഡിയ എല്ലാം തെറ്റാണ് എന്ന് ക്രിട്ടിസൈസ് ചെയ്യരുത്. ഡോണ്ട് പാനിക്, വളരെ ശാന്തമായിട്ടിരുന്ന് നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷനിൽ പങ്കെടുക്കുക.